ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എവരിഡേ ഐ എം കാൽക്കുലേറ്റിംഗ്. 2025 ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടുത്തിയുള്ള 12ാമത്തെ വീഡിയോയാണിത്. ഇതിനു മുൻപത്തെ വീഡിയോസിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ചോദ്യങ്ങളിലേക്ക് കടക്കും മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ചോദ്യങ്ങളിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ വിഭാഗം സിംഗിൾസ് ജേതാവ് ഇറ്റലിയുടെ യാനിക് സിന്നറാണ്. 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ വിഭാഗം സിംഗിൾസ് ജേതാവ് ഇറ്റലിയുടെ യാനിക് സിന്നറാണ്. യാനിക് സിന്നറുടെ രണ്ടാമത്തെ ഓസ്ട്രേലിയൻ ഓപ്പൺ കിരീട നേട്ടമായിരുന്നു 2025. 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ വിഭാഗം സിംഗിൾസ് ജേതാവ് ഇറ്റലിയുടെ യാനിക് സിന്നറാണ്. 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ വിഭാഗം സിംഗിൾസ് ജേതാവ് അമേരിക്കയുടെ മാഡിസൺ കെയ്സ് ആണ്. 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ വിഭാഗം സിംഗിൾസ് ജേതാവ് അമേരിക്കയുടെ മാഡിസൺ കെയ്സ് ആണ്. 2025 എത്ര പേർക്കാണ് പത്മവിഭൂഷൺ പുരസ്കാരം ലഭിച്ചത്? 2025 7 പേർക്കാണ് പത്മവിഭൂഷൺ പുരസ്കാരം ലഭിച്ചത്. 2025 എത്ര പേർക്കാണ് പത്മവിഭൂഷൺ പുരസ്കാരം ലഭിച്ചത്? 7 പേർക്ക്. 2025 മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ പുരസ്കാരം ലഭിച്ച മലയാളിയാണ് ശ്രീ MT വാസുദേവൻ നായർ. 2025 മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ പുരസ്കാരം ലഭിച്ച മലയാളിയാണ് MT വാസുദേവൻ നായർ. 2025 പത്മവിഭൂഷൺ ലഭിച്ച മറ്റുള്ളവരാണ് ജസ്റ്റിസ് ജഗദീഷ് സിംഗ് ഖേൽക്കർ, ദുവൂർ നാഗേശ്വർ റെഡ്ഡി, കുമുദിനി രജനീകാന്ത് ലഖിയ, ലക്ഷ്മി നാരായണ സുബ്രഹ്മണ്യം, ശാരദ സിൻഹ, ഒസാമു സുസുക്കി എന്നിവർ. 2025 7 പേർക്കാണ് പത്മവിഭൂഷൺ പുരസ്കാരം ലഭിച്ചത്. പത്മവിഭൂഷൺ പുരസ്കാരം 2025 മരണാനന്തര ബഹുമതിയായി ലഭിച്ച മലയാളിയാണ് ശ്രീ MT വാസുദേവൻ നായർ. 2025 പത്മവിഭൂഷൺ പുരസ്കാരം ലഭിച്ച മറ്റ് 6 പേർ ജസ്റ്റിസ് ജഗദീഷ് സിംഗ് ഖേൽക്കർ, ദുവൂർ നാഗേശ്വർ റെഡ്ഡി, കുമുദിനി രജനീകാന്ത് ലഖിയ, ലക്ഷ്മി നാരായണ സുബ്രഹ്മണ്യം, ശാരദ സിൻഹ, ഒസാമു സുസുക്കി എന്നിവരാണ്. ഇവരിൽ ശാരദ സിൻഹ, ഒസാമു സുസുക്കി എന്നിവർക്കും മരണാനന്തര ബഹുമതിയായിട്ടാണ് 2025 പത്മവിഭൂഷൺ പുരസ്കാരം ലഭിച്ചത്. 2025 എത്ര പേർക്കാണ് പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ചത്? 19 പേർക്കാണ് 2025 പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ചത്. പത്മവിഭൂഷൺ 7 പേർക്കാണ് ലഭിച്ചതെങ്കിൽ 2025 പത്മഭൂഷൺ പുരസ്കാരം 19 പേർക്കാണ് ലഭിച്ചത്. 2025 പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ച മലയാളികളാണ് മെഡിസിൻ മേഖലയിൽ നിന്നും ജോസ് ചാക്കോ പെരിയപുരം, ഹോക്കി താരം PR ശ്രീജേഷ്, സിനിമാ താരം ശോഭന ചന്ദ്രകുമാർ എന്നിവർക്കാണ് 2025 പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ച മലയാളികൾ. ആകെ 19 പേർക്കാണ് 2025 പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ചത്. അതിൽ 3 പേർ മലയാളികളാണ്. 2025 പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ച മലയാളികളാണ് ജോസ് ചാക്കോ പെരിയപുരം, PR ശ്രീജേഷ്, ശോഭന ചന്ദ്രകുമാർ എന്നിവർ. നടിയും നർത്തകിയുമായ ശോഭന ചന്ദ്രകുമാറിനെ പത്മഭൂഷൺ പുരസ്കാരത്തിന് നാമനിർദ്ദേശം ചെയ്തത് തമിഴ്നാട് സർക്കാരുമാണ്. ധ്യാൻചന്ദ് പുരസ്കാരത്തിന് ശേഷം പത്മഭൂഷൺ പുരസ്കാരം ലഭിക്കുന്ന ആദ്യ ഹോക്കി താരമാണ് PR ശ്രീജേഷ്. ധ്യാൻചന്ദ് പുരസ്കാരത്തിന് ശേഷം പത്മഭൂഷൺ പുരസ്കാരം ലഭിക്കുന്ന ആദ്യ ഹോക്കി താരമാണ് PR ശ്രീജേഷ്. 2025 പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ച തമിഴ് സിനിമാ താരമാണ് അജിത് കുമാർ. 2025 പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ച തമിഴ് സിനിമാ താരം അജിത് കുമാറാണ്. 2025 ആകെ എത്ര പേർക്കാണ് പത്മശ്രീ പുരസ്കാരം ലഭിച്ചത്? 113 പേർക്ക്. 2025 113 പേർക്കാണ് പത്മശ്രീ പുരസ്കാരം ലഭിച്ചത്.
2025 പത്മശ്രീ പുരസ്കാരം ലഭിച്ച മലയാളികൾ കായിക മേഖലയിൽ നിന്നും ഫുട്ബോൾ താരം ശ്രീ IM വിജയൻ, കലാമേഖലയിൽ നിന്നും K ഓമനക്കുട്ടി, ഗുരുവായൂർ ദൊരൈ എന്നിവർക്കാണ് 2025 പത്മശ്രീ പുരസ്കാരം ലഭിച്ച മലയാളികൾ. 2025 പത്മശ്രീ പുരസ്കാരവും പത്മഭൂഷൺ പുരസ്കാരവും 3 വീതം മലയാളികൾക്കാണ് ലഭിച്ചത്. 2025 ആകെ 113 പേർക്ക് പത്മശ്രീ പുരസ്കാരം ലഭിച്ചു. അതിൽ 3 പേർ മലയാളികളാണ്. 2025 പത്മശ്രീ പുരസ്കാരം ലഭിച്ച മലയാളികളാണ് IM വിജയൻ, K ഓമനക്കുട്ടി, ഗുരുവായൂർ ദൊരൈ എന്നിവർ. 2025 പത്മശ്രീ പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ ക്രിക്കറ്റ് താരമാണ് R അശ്വിൻ. 2025 പത്മശ്രീ പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ ക്രിക്കറ്റ് താരം R അശ്വിനാണ്. 2025 7 പേർക്കാണ് പത്മവിഭൂഷൺ പുരസ്കാരം ലഭിച്ചത്. പത്മവിഭൂഷൺ പുരസ്കാരം ലഭിച്ച മലയാളിയാണ് മരണാനന്തര ബഹുമതിയായിട്ട് MT വാസുദേവൻ നായർ. പത്മഭൂഷൺ പുരസ്കാരം 2025 19 പേർക്കാണ് ലഭിച്ചത്. അതിൽ 3 പേർ മലയാളികളാണ്. 2025 പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ച മലയാളികളാണ് ജോസ് ചാക്കോ പെരിയപുരം, PR ശ്രീജേഷ്, ശോഭന ചന്ദ്രകുമാർ എന്നിവർ. 2025 113 പേർക്കാണ് പത്മശ്രീ പുരസ്കാരം ലഭിച്ചത്. പത്മശ്രീ പുരസ്കാരം 2025 3 മലയാളികൾക്ക് ലഭിച്ചു. IM വിജയൻ, K ഓമനക്കുട്ടി, ഗുരുവായൂർ ദൊരൈ. 2025 പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ച തമിഴ് സിനിമാ താരം അജിത് കുമാർ ആണ്. 2025 പത്മശ്രീ പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ ക്രിക്കറ്റ് താരം R അശ്വിനുമാണ്. 38ാമത് ദേശീയ ഗെയിംസ് കേരളത്തിന്റെ ആദ്യ സ്വർണം നേടിയത് സുഫ്ന ജാസ്മിൻ ആണ്. വനിതകളുടെ ഭാരോദ്വഹന വിഭാഗത്തിൽ സുഫ്ന ജാസ്മിൻ ആണ് 38ാമത് ദേശീയ ഗെയിംസിൽ കേരളത്തിന്റെ ആദ്യ സ്വർണം നേടിയത്. 38ാമത് ദേശീയ ഗെയിംസിൽ കേരളത്തിന്റെ ആദ്യ സ്വർണം നേടിയത് സുഫ്ന ജാസ്മിൻ ആണ്. സുഫ്ന ജാസ്മിൻ മത്സരിച്ച ഇനം വനിതകളുടെ ഭാരോദ്വഹനമാണ്. 38ാമത് ദേശീയ ഗെയിംസ് നീന്തലിൽ സ്വർണം നേടിയ മലയാളി വനിതയാണ് ഹർഷിത ജയറാം. 38ാമത് ദേശീയ ഗെയിംസിൽ നീന്തലിൽ സ്വർണം നേടിയ മലയാളി വനിതയാണ് ഹർഷിത ജയറാം. 38ാമത് ദേശീയ ഗെയിംസിൽ നീന്തലിൽ ഇരട്ട വെങ്കലം നേടിയ മലയാളി താരമാണ് സജൻ പ്രകാശ്. 38ാമത് ദേശീയ ഗെയിംസിൽ നീന്തലിൽ ഇരട്ട വെങ്കലം നേടിയ മലയാളി താരമാണ് സജൻ പ്രകാശ്. 200 മീറ്റർ ഫ്രീ സ്റ്റൈൽ, 100 മീറ്റർ ബട്ടർഫ്ലൈ എന്നീ വിഭാഗങ്ങളിലാണ് സജൻ പ്രകാശിന് വെങ്കല മെഡല് ലഭിച്ചത്. 38ാമത് ദേശീയ ഗെയിംസിൽ നീന്തലിൽ ഇരട്ട വെങ്കലം നേടിയ മലയാളി താരം സജൻ പ്രകാശ് ആണ്. 38ാമത് ദേശീയ ഗെയിംസ് നീന്തലിൽ സ്വർണം നേടിയ മലയാളി വനിത ഹർഷിത ജയറാം. 38ാമത് ദേശീയ ഗെയിംസിൽ കേരളത്തിന്റെ ആദ്യ സ്വർണം നേടിയത് സുഫ്ന ജാസ്മിൻ ആണ്. സുഫ്ന ജാസ്മിൻ ഭാരോദ്വഹന വിഭാഗത്തിലാണ് സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയത്. 2025 ജനുവരിയിൽ അന്തരിച്ച രാജ്യത്ത് ആദ്യമായി ഹൃദയ ബൈപ്പാസ് ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയ ഹൃദയ ശസ്ത്രക്രിയാ വിദഗ്ധനാണ് ഡോക്ടർ KM ചെറിയാൻ. 2025 ജനുവരിയിൽ അന്തരിച്ച രാജ്യത്ത് ആദ്യമായി ഹൃദയ ബൈപ്പാസ് ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയ ഹൃദയ ശസ്ത്രക്രിയാ വിദഗ്ധനാണ് ഡോക്ടർ KM ചെറിയാൻ. അദ്ദേഹം 1990 മുതൽ 93 വരെ രാഷ്ട്രപതിയുടെ ഓണററി സർജനായി സേവനമനുഷ്ഠിച്ച വ്യക്തി കൂടിയാണ്. 1990 മുതൽ 1993 വരെ രാഷ്ട്രപതിയുടെ ഓണററി സർജനായി സേവനമനുഷ്ഠിച്ച വ്യക്തിയാണ് ഡോക്ടർ KM ചെറിയാൻ. രാജ്യം ഡോക്ടർ KM ചെറിയാന് പത്മശ്രീ നൽകി ആദരിച്ചത് 1991-ലുമാണ്. 2025 ജനുവരിയിൽ അന്തരിച്ച രാജ്യത്ത് ആദ്യമായി ഹൃദയ ബൈപ്പാസ് ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയ ഹൃദയ ശസ്ത്രക്രിയാ വിദഗ്ധനാണ് ഡോക്ടർ KM ചെറിയാൻ. 1990 മുതൽ 1993 വരെ രാഷ്ട്രപതിയുടെ ഓണററി സർജനായി സേവനമനുഷ്ഠിച്ച വ്യക്തിയാണ് ഡോക്ടർ KM ചെറിയാൻ. ഡോക്ടർ KM ചെറിയാന് പത്മശ്രീ പുരസ്കാരം നൽകിയത് 1991-ലാണ്.
രാജ്യത്ത് ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുന്ന ആദ്യ സംസ്ഥാനം ഉത്തരാഖണ്ഡാണ്. രാജ്യത്ത് ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുന്ന ആദ്യ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. സ്വാതന്ത്ര്യാനന്തരം ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. 2025 ജനുവരി 27-നാണ് ഉത്തരാഖണ്ഡില് ഏകീകൃത സിവിൽ കോഡ് പ്രാബല്യത്തിൽ വന്നത്. 2025 ജനുവരി 27-നാണ് ഉത്തരാഖണ്ഡിൽ ഏകീകൃത സിവിൽ കോഡ് പ്രാബല്യത്തിൽ വന്നത്. വ്യാജ സൗന്ദര്യ വർദ്ധക വസ്തുക്കൾ വിപണിയിൽ എത്തിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ വകുപ്പിന്റെ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സൗന്ദര്യ. വ്യാജ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ വിപണിയിൽ എത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നതിനായുള്ള സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ വകുപ്പിന്റെ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സൗന്ദര്യ. കൈത്തറി യന്ത്രത്തറി സംഘങ്ങളുടെയും നെയ്ത്തുകാരുടെയും വിവരശേഖരണവും ജിയോ ടാഗിങ്ങും ഉൽപ്പന്നങ്ങളുടെ മാപ്പിങ്ങും ലക്ഷ്യമിട്ട് ആരംഭിക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷനാണ് ഹാൻഡ്ലൂം ജാലകം. കൈത്തറി യന്ത്രത്തറി സംഘങ്ങളുടെയും നെയ്ത്തുകാരുടെയും വിവരശേഖരണവും ജിയോ ടാഗിങ്ങും ഉൽപ്പന്നങ്ങളുടെ മാപ്പിങ്ങും ലക്ഷ്യമിട്ട് ആരംഭിക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷനാണ് ഹാൻഡ്ലൂം ജാലകം. കേരള വ്യവസായ വകുപ്പ് കൈത്തറി സ്കൂൾ യൂണിഫോം നിർമ്മാണ പദ്ധതിയുടെ നടത്തിപ്പിനായി തയ്യാറാക്കിയ സോഫ്റ്റ്വെയർ ആണ് ഹാൻസം. കേരള വ്യവസായ വകുപ്പ് കൈത്തറി സ്കൂൾ യൂണിഫോം നിർമ്മാണ പദ്ധതിയുടെ നടത്തിപ്പിനായി തയ്യാറാക്കിയ സോഫ്റ്റ്വെയർ ആണ് ഹാൻസം. 2025 റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യ അതിഥി ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോയാണ്. 2025 റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യ അതിഥി ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോ. 2025 റിപ്പബ്ലിക് ദിനത്തിൽ ജയതി ജയ് മാമഹ ഭാരതം എന്ന കലാപരിപാടി ഒരുക്കിയത് കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയമാണ്. 2025 റിപ്പബ്ലിക് ദിനത്തിൽ ജയതി ജയ് മാമഹ ഭാരതം എന്ന കലാപരിപാടി ഒരുക്കിയത് കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയമാണ്. ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിലുള്ള 5000 കലാകാരന്മാരുടെ നാടോടി ആദിവാസി കലാരൂപങ്ങളാണ് ഈ പരിപാടിയുടെ ഭാഗമായിട്ട് അവതരിപ്പിച്ചത്. 2025 റിപ്പബ്ലിക് ദിനത്തിൽ ജയതി ജയ് മാമഹ ഭാരതം എന്ന കലാപരിപാടി ഒരുക്കിയത് കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയമാണ്. ജയതി ജയ് മാമഹ ഭാരതം എന്ന കലാപരിപാടിയുടെ ഭാഗമായി കേരളത്തിൽ നിന്നും അവതരിപ്പിച്ച കലാരൂപം പടയണിയാണ്. ജയതി ജയ് മാമഹ ഭാരതം എന്ന കലാപരിപാടിയുടെ ഭാഗമായി കേരളത്തിൽ നിന്നും അവതരിപ്പിച്ച കലാരൂപമാണ് പടയണി. ആവശ്യമുള്ള എല്ലാ വീടുകളിലും വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള ടാപ്പ് കണക്ഷൻ ഉള്ള സംസ്ഥാനത്തെ ആദ്യ നഗരസഭ കൊല്ലം ജില്ലയിലെ പരവൂർ നഗരസഭയാണ്. ആവശ്യമുള്ള എല്ലാ വീടുകളിലും വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള ടാപ്പ് കണക്ഷൻ ഉള്ള സംസ്ഥാനത്തെ ആദ്യ നഗരസഭയാണ് കൊല്ലം ജില്ലയിലെ പരവൂർ നഗരസഭ. അമൃത് പദ്ധതിയുടെ ഭാഗമായിട്ടാണ് കുടിവെള്ള കണക്ഷൻ നൽകിയിരിക്കുന്നത്. ആവശ്യമുള്ള എല്ലാ വീടുകളിലും കേരള വാട്ടർ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ കുടിവെള്ള ടാപ്പ് കണക്ഷൻ ഉള്ള സംസ്ഥാനത്തെ ആദ്യ നഗരസഭയാണ് കൊല്ലം ജില്ലയിലെ പരവൂർ നഗരസഭ. ആവശ്യമുള്ള എല്ലാ വീടുകളിലും വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള ടാപ്പ് കണക്ഷൻ ഉള്ള സംസ്ഥാനത്തെ ആദ്യ നഗരസഭയാണ് കൊല്ലം ജില്ലയിലെ പരവൂർ നഗരസഭ. അമൃത് പദ്ധതിയുടെ ഭാഗമായിട്ടാണ് കുടിവെള്ള ടാപ്പ് കണക്ഷൻ നൽകിയത്. കേരള വാട്ടർ അതോറിറ്റിയുടെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പിലാക്കിയത്. സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിലെ ലഹരി ഉപയോഗം ഇല്ലാതാക്കാൻ എക്സൈസ് വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് നേർവഴി. സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിലെ ലഹരി ഉപയോഗം ഇല്ലാതാക്കാൻ എക്സൈസ് വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് നേർവഴി.